ഹായ് ഫ്രണ്ട്സ്, നല്ല ചിന്തകളിലൂടെ നമ്മുടെ ജീവിതം മാറ്റാം. ഇന്ന് നമുക്ക് വ്യത്യസ്തമായ ഒരു ആശയം ചിന്തിച്ചാലോ? നമ്മുടെ ചുറ്റുപാടുമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഒട്ടും ചിലവ് വരാത്ത രീതിയിൽ ഒരു ക്രാഫ്റ്റ് നിർമ്മിച്ചെടുക്കാം. പണ്ട് മുതലേ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ചാനലുകൾ കാണുമ്പോഴും മത്സ്യകന്യക അഥവാ മെർമെയ്ഡ് എന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ കൗതുകമുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഉപയോഗശൂന്യമായ 2 പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, ഒരു കമ്പിച്ചുട്ടി, ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ആദ്യം ഒരു സ്ട്രക്ചർ നിർമ്മിച്ചെടുത്തു. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന രീതിയിലാണ് അവലംബിച്ചത്. പിന്നീട് ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ഈ വീഡിയോ കാണുന്നത് പോലെ നമുക്ക് മുഴുവൻ ചുറ്റിയെടുക്കാം. ഇനി നമുക്ക് ന്യൂസ് പേപ്പറിന്റെ മുകളിലൂടെ ടിഷ്യൂ പേപ്പർ വെച്ചുകൂടെ കവർ ചെയ്തെടുക്കാം. ശരിക്കും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ നമ്മെ ഒരുപാട് ഭാവനശേഷിയുള്ളവരാക്കുന്നതിനും നമ്മുടെ ഊർജ്ജത്തെ ശരിയായ വിധത്തിൽ ഉപയോഗിക്കുന്നതിനും അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി തെറ്റായ സമയം ഉപയോഗിക്കുന്നതിൽ നിന്നും നമ്മെ തടയുന്നു. ഇനി നമുക്ക് നമ്മുടെ മത്സ്യകന്യയ്ക്ക് ഒരു വസ്ത്രം ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഇത്തരത്തിലുള്ള ഒരു പേപ്പർ എടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഭംഗിയുള്ളതാക്കും. ഇനി നമുക്ക് കളർ പേപ്പർ എടുത്ത് ഇതുപോലെ വെട്ടിയതിനു ശേഷം മെർമെയ്ഡിന് ഒട്ടിച്ചു കൊടുക്കാം. പല നിറത്തിലുള്ള പേപ്പർ ആയിരിക്കും കൂടുതൽ ഭംഗി. ഇനി നമുക്ക് നമ്മുടെ മെർമെയ്ഡ് ഒന്ന് തിളങ്ങി നിൽക്കുന്നതിനായി ഗ്ലിറ്റർ പേപ്പറോടെ ഉപയോഗിച്ച് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടാനായി ക്ലേ ഉപയോഗിച്ച് കൊടുക്കാം. ഇനി ക്ലേ ഉപയോഗിച്ച് തന്നെ നമുക്ക് കണ്ണും മൂക്കും ഒക്കെ നിർമ്മിച്ചെടുക്കാം. കയ്യിലൊരു മാന്ത്രിക വടിയും ഒരു കിരീടവും കൂടെ വെച്ചുകൊടുത്തപ്പോഴേക്കും കഥകളും കാർട്ടൂണിലൊക്കെ കണ്ട മെർമെയ്ഡ് ഇതാ നമ്മുടെ വീട്ടിലുമായി. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണേ. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയാതെ എല്ലാ സാധനങ്ങൾക്കും ഉപയോഗമുണ്ട് എന്നൊരു ചിന്ത പുതിയ തലമുറയ്ക്ക് നൽകുന്നത് യൂസ് ആൻഡ് ത്രോ കൾച്ചറിനെ ഇല്ലാതാക്കുന്നു. വെറും ഒരു ഇരുമ്പ് കഷ്ണം അത് ഏത് യന്ത്രത്തിലാണോ ഫിറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിൻ്റെ വില വർദ്ധിക്കും എന്നതുപോലെ നമ്മുടെ ചുറ്റുമുള്ള നിസ്സാര വസ്തുക്കൾ പോലും ശരിയായി ഉപയോഗിച്ചാൽ അതിൻ്റെ മൂല്യവും വർദ്ധിക്കും. ഇത്തരത്തിൽ നമ്മുടെ മൂല്യം വർദ്ധിപ്പിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ ചിന്തകൾ മാറട്ടെ, അതിനായുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. So stay positive. God bless you.